ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഹായ്, ഇതാണ് ജിയോ കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു കുക്കിംഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞിട്ടെ. അതിന്റെ പേരാണ് റേഷൻ ഉണ്ട. റേഷൻ ഉണ്ട ഒന്നല്ല, അതിൻ്റെ സാധനം നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ അതിന് റേഷൻ ഉണ്ടാന്ന് പേരിടാം. ഇനി അത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്താ സാധനം എന്ന്? അരിയുണ്ട അല്ല. ഇതെന്താന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്കൊണ്ടുള്ള ഉണ്ടാണ് ഇത്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് റേഷൻ ഉണ്ടാന്ന്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ഈ കുട്ടികൾക്ക് നല്ല ടേസ്റ്റോടെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇനി ആദ്യം നമുക്ക് വേണ്ടത് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാനത് കഴുകിയിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇവിടെ കഴുകിയിട്ട് വെള്ളമൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിൽ ഈ ഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കുക. എനിക്ക് ഉപ്പുമാവ് ആണെങ്കിൽ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇന്ന് മാറ്റി പിടിച്ച് നോക്കുകയാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്കിത് നെയ്യിൽ വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തേങ്ങയും ആവശ്യമുണ്ട്. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ അരിയൊക്കെ വറുക്കുമ്പോൾ ഒരു മണം വരില്ലേ? അതേപോലത്തെ ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും ആയിട്ടില്ല, കുറച്ചും കൂടി ആകാനുണ്ട്. അത് കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ പോകും. പക്ഷെ കുറച്ച് പോയി, സൈഡിലൊക്കെ പോയിട്ടുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം അല്ല, ഒരുവിധം ആയിട്ടുണ്ട്. നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ട് കൊടുക്കാം. മമ്മിയുടെ തേങ്ങ ചിരകി വെച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഇട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ആ തേങ്ങേൻ്റെ വെള്ളം ഒന്ന് വെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്. ഇതിൽ നമുക്ക് ഒരു 5-6 ഏലക്കായ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ ചേർക്കാം. ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഏകദേശം കുറച്ചൊന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏലക്കായ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. നമുക്ക് ഇതിൽ 2 ട്രിപ്പായിട്ടാണ് ഞാൻ അവിടെ പൊടിച്ചു കൊടുക്കാൻ പോകുന്നത്. മുഴുവനായിട്ട് ഇടാൻ പറ്റൂല. അവിടെ 2 ട്രിപ്പായിട്ട് നമുക്കിത് പൊടിച്ചു കൊടുക്കാം. ഞാൻ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം.
ഞാൻ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി വേണം, ശർക്കര. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഇതേപോലത്തെ ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 6 ശർക്കര ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേഗം അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പാനിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഇറക്കി വെച്ച ആ പാനീയം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചൊന്ന് തിന്നു നോക്കട്ടെ. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് കൊണ്ട് വടിച്ചുകൊണ്ട് എടുക്കണേ. സൈഡിലൊക്കെ അരച്ച് വെച്ച പൊടി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, കണ്ടില്ലേ? ഇതേപോലെ വടിച്ചുകൊണ്ടിരിക്കാം. കുറച്ചും കൂടി എടുത്ത് തിന്നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി. ഞാൻ കൂടി തിന്നട്ടെ. ഞാനും തിന്നട്ടെ. ചൂടാമേ. നമുക്കിത് കയ്യിലൊന്ന് ഉരുട്ടിയിട്ട് ഒരു ഉണ്ടാക്കാം. നല്ല ചൂടായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ പൊള്ളുകയാണ്. അല്ല, ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം. വാ നൂന്, ഉണ്ടാക്കാം വാ. ഇപ്പം ഏകദേശം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലത്തെ ബോളാക്കി എടുക്കാം. ഇങ്ങനെ തിന്നാനാ നല്ല ടേസ്റ്റ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ എന്നെ പോലെ നല്ല രസമുണ്ട്. എന്നെ പോലെ ഈ ഉപ്പുമാവൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ബൈ.